إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, പരിശുദ്ധ റമദാനിന്റെ അവസാന നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് റമദാനിനെ ധന്യമാക്കുവാൻ നമ്മളെല്ലാവരും ഉത്സാഹിച്ചിട്ടുണ്ടാകും എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നതും അങ്ങനെയാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നതും. എന്നാൽ റമദാൻ പിന്നിടുന്നതോടുകൂടി ഇബാദത്തുകളോട് മടുപ്പും അലസതയും താൽപര്യക്കുറവും ഇബാദത്തുകളെ ഭാരമായി കാണുക എന്ന പ്രവണതയും സാധാരണ മിക്ക ആളുകളിലും ഉണ്ടാകാറുണ്ട്. അപൂർവം ചില ആളുകൾ മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കളായി, അടുത്ത ആളുകളായി ഒരു വിശ്വാസി മാറുന്നത് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നതിലൂടെയാണ്. അതായത് ഫർദിനേക്കാൾ ഇഷ്ടപ്പെട്ട ഒന്നുകൊണ്ടും അള്ളാഹുവിലേക്ക് ആരും സാമീപ്യം നേടുകയില്ലെന്നും അത് കഴിഞ്ഞാൽ പിന്നെ സുന്നത്തായ കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിലേക്ക് ഒരു അടിമക്ക് അടുക്കാൻ സാധിക്കുക. അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു ആ അടിമയെ ഇഷ്ടപ്പെടുകയും അവന്റെ കാഴ്ചയും കേൾവിയും കൈയും എല്ലാം അള്ളാഹു ആകുമെന്നും അവൻ ചോദിച്ചത് നൽകുമെന്നുമൊക്കെ ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളാകാനുള്ള വഴി ഫർളായ കാര്യങ്ങൾ ചെയ്യലും പിന്നെ സുന്നത്തായ കാര്യങ്ങൾ അനുഷ്ഠിക്കലുമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലെ 62 മുതൽ 64 വരെയുള്ള ആയത്തുകളിൽ തീർച്ചയായും അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്, ഔലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഒരാളെ കുറിച്ച് പറയും. ഔലിയ എന്നുള്ളത് ബഹുവചനമാണ്. അള്ളാഹുവിന്റെ ഉറ്റ ആളുകൾ, ഏറ്റവും അടുത്തവർ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ആ ആളുകൾ ഒന്നും ഭയപ്പെടേണ്ടതില്ല, അവർ സങ്കടപ്പെടേണ്ടി വരികയില്ല. എന്നിട്ട് ആരാണ് ഔലിയാക്കൾ? അടുത്ത വചനത്തിൽ അള്ളാഹു പറയുന്നു, 63-ാമത്തെ ആയത്ത്, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരുമാകുന്നു. സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, വിലക്ക് കാര്യങ്ങൾ ഒഴിവാക്കുക. അവർക്ക് ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സന്തോഷ വാർത്തയുണ്ട്. അള്ളാഹുവിന്റെ കെലിമാത്തുകളെ, വചനങ്ങളെ, തീരുമാനങ്ങളെ അള്ളാഹു മാറ്റം വരുത്തുകയില്ല. ആ വിജയം നേടലാണ് വമ്പിച്ച വിജയം എന്ന് 64-ാമത്തെ ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്തവരാവുക എന്നത് വിശ്വാസത്തിലൂടെയും ഹൃദയത്തിന്റെ പ്രവർത്തനമായ തഖ്വയിലൂടെയും നേടിയെടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരാളുടെ ഹൃദയം നന്നായി തീർന്നാൽ, ഹൃദയം നന്നാക്കാനാണല്ലോ റമദാൻ മുഴുവൻ നോമ്പ് നോറ്റത്, ഇബാദത്തുകൾ ചെയ്തത്. അപ്പൊ ഒരു അടിമ എപ്പോഴാണ് അവന്റെ ശരീരവും അവന്റെ സ്വഭാവങ്ങളും അവന്റെ പെരുമാറ്റങ്ങളും അവന്റെ ഇടപാടുകളും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ ആയിത്തീരുന്നത്? അവന്റെ ഹൃദയം നന്നായി തീരുമ്പോഴാണ്. അതായത് ആരാധനകളുടെ, ഇബാദത്തുകളുടെ തുടക്കം, അതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഹൃദയത്തിലുണ്ടാകുന്ന തഖ്വയാണ്. ആ തഖ്വ നേടാനാണ് നോമ്പ് നോറ്റത്. ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ എന്ന് പറയുന്നത്, ആ ഇബാദത്തുകളുടെ ഭക്ഷണം എന്ന് പറയുന്നത്, അതിന്റെ പോഷകം എന്ന് പറയുന്നത്, പ്രേരകം എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഈ തഖ്വയാണ്. ഹൃദയം എത്ര കണ്ട് നന്നായി തീരുന്നുവോ അതിനനുസരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നന്നായി തീരുന്നു. അതെത്ര കണ്ട് മോശമാകുന്നുവോ അവന്റെ ഇബാദത്തുകൾ അതിനനുസരിച്ച് മോശമാവുകയും ജീവിതം മുസ്തഖീം, നേരെ ചൊവ്വേ അല്ലാതാവുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ നിർബന്ധ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മനസ്സുകൾ നന്നാവേണ്ടതിനെയും അത് തസ്കിയത്ത്, മാനസികമായ വിശുദ്ധി ഉണ്ടാകേണ്ടതിനെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ച് ശരിയായ തഖ്വ, ഭയഭക്തി ഉണ്ടാകേണ്ടതിനെക്കുറിച്ചും ഇത്തരം ഇബാദത്തുകളുടെ മുന്നെയും ശേഷവും ആവർത്തിച്ച് പ്രതിപാദിച്ചത് കാണാൻ സാധിക്കും. അങ്ങനെ അള്ളാഹു ഹൃദയത്തിന്റെ വിശുദ്ധിയെ സംബന്ധിച്ച് ആവർത്തിച്ച് പ്രതിപാദിച്ചത് ആ വിശുദ്ധിക്കനുസരിച്ച് മാത്രമേ അവന്റെ ഇബാദത്തുകൾ നന്നായി തീരുള്ളൂ എന്നതുകൊണ്ടാണ്. ഖുർആനിൽ പലയിടങ്ങളിൽ നമസ്കാരം, സക്കാത്ത്, അതിനോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സക്കാത്ത് അല്ലാതെ ദാനം ചെയ്യുക, ധർമ്മം ചെയ്യുക, ചെലവഴിക്കുക എന്നീ കാര്യങ്ങളെ ചേർത്ത് പറഞ്ഞത് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരവും സക്കാത്തും അവിടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം മറ്റു ധർമ്മങ്ങളെയും ഖുർആൻ സൂചിപ്പിച്ചു. ഇത്തരം ആയത്തുകൾ പരിശോധിച്ചാൽ അവിടെ ഈ പറയുന്ന ഹൃദയത്തിന്റെ തഖ്വ, ഹൃദയത്തിന്റെ
പോഷണം എന്ന് പറയുന്ന ആ കാര്യത്തെക്കുറിച്ച് ഖുർആൻ പ്രതിപാദിച്ചത് കാണാം. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. വിശുദ്ധ ഖുർആൻ അതിൽ യാതൊരു സംശയവുമില്ല, അത് മുത്തഖികൾക്ക് മാർഗദർശനമാകുന്നു. ആരാണ് മുത്തഖികൾ? പ്രത്യേക വേഷം കെട്ടിയവരോ പ്രത്യേകമായ എന്തെങ്കിലും നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നവരോ ആണോ? അല്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. കണ്ടോ, തുടക്കം തന്നെ സന്മാർഗം സിദ്ധിക്കുന്ന മുത്തഖികൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുത്തഖികൾക്ക് ഖുർആൻ മാർഗദർശനമാണ് എന്ന് പറഞ്ഞാൽ, ആ മാർഗദർശനം ആർക്കാണ് ലഭിക്കുക? ബിൽ ഗൈബി, അദൃശ്യ തലത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും, അള്ളാഹു നമ്മൾ കാണുന്നില്ല, സ്വർഗം നരകം കാണുന്നില്ല, പരലോകം കാണുന്നില്ല, ഒക്കെ അള്ളാഹു പഠിപ്പിച്ചതനുസരിച്ച് മാത്രം അങ്ങനെ അദൃശ്യതലത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും, ആ വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാകേണ്ടുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് 2-ാമത് ഖുർആൻ പറയുന്നത് വയുഖീമുന സ്വലാത്ത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നമസ്കാരം നിലനിർത്തുകയും അവർ അള്ളാഹു അവർക്ക് നൽകിയതിൽ നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ. ആ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ സക്കാത്ത് വിട്ടു, സദഖ വിട്ടു, എല്ലാ വിഷയങ്ങളും വിട്ടു. ഇതല്ലാതെ തന്നെ വേറെ പറഞ്ഞതുണ്ട്, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ആദ്യം പറഞ്ഞ വിശ്വാസത്തെ നമസ്കാരവും ചെലവഴിക്കലുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതിന് ശേഷം വീണ്ടും ആയത്ത് അവസാനിപ്പിക്കുന്നത് നിനക്ക്, അതായത് മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ടതിലും അതിന് മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ടതിലും അവർ വിശ്വസിക്കുന്നവരും വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിൽ അവർ ദൃഢവിശ്വാസമുള്ളവരുമാകുന്നു. അപ്പൊ എല്ലാ വിശ്വാസ കാര്യങ്ങളെയും ആദ്യവും അവസാനവും പറഞ്ഞതിനിടക്കാണ് നമസ്കാരത്തെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെയും കുറിച്ച് പറഞ്ഞത്. അവസാനിപ്പിച്ചപ്പോൾ അവർ പരലോകത്തിൽ യഖീനുള്ളവരാണ് എന്നും പറഞ്ഞു. എന്താണ് പരലോകത്തിൽ യഖീനുണ്ട് എന്ന് പറയാൻ കാരണം? ഈ ഇബാദത്തുകൾ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് ശിക്ഷയുണ്ടാകുമെന്നും, ഇബാദത്തുകൾ കൃത്യമായി തഖ്വയുടെ അടിസ്ഥാനത്തിൽ ചെയ്താൽ നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസം. ഈ ഉറച്ച വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ഇതിനിടയിൽ പറഞ്ഞ നമസ്കാരവും ചെലവഴിക്കുക എന്ന് പറയുന്നതും സക്കാത്തും ഉണ്ടാവുകയുള്ളൂ എന്നാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. സൂറത്തു നംലിലെ 3-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ ഈ കാര്യങ്ങളെ ചേർത്ത് പറഞ്ഞത് നമുക്ക് കാണാം. അല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സക്കാത്ത്, നമസ്കാരം നിലനിർത്തുന്നവരും സക്കാത്ത് നൽകുന്നവരുമാകുന്നു അവർ. വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. സൂറത്തുൽ ബഖറന്റെ അവസാനത്ത് പറഞ്ഞ ആ 3-ാമത്തെ ആയത്തിന്റെ അവസാനം പറഞ്ഞ കാര്യം ഇവിടെ ആവർത്തിക്കുന്നു. സക്കാത്ത് നൽകുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നു. വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിൽ അവർ ദൃഢവിശ്വാസം പുലർത്തുന്നവരായിരിക്കെ. അപ്പൊ ഈ പ്രയോഗത്തിൽ മനസ്സിലാക്കാൻ നമസ്കാരം നിലനിർത്താൻ സാധിക്കുക റമദാനിൽ മാത്രമല്ല, റമദാൻ കഴിഞ്ഞാലും നമസ്കാരം എന്ന് പറയുമ്പോൾ ഏത് നമസ്കാരവും, ഇസ്ലാം പഠിപ്പിച്ച ഏതൊരു നമസ്കാരവും, അതുപോലെ തന്നെ സക്കാത്തും അത് നിലനിർത്താൻ സാധിക്കുക പരലോകത്തിൽ ഉറച്ച വിശ്വാസമുള്ളവർക്കാണ്. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഹൃദയത്തിൽ ഉണ്ടാകുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച ആ ഭക്തി എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്നുവെങ്കിൽ നമസ്കാരവും നിലനിൽക്കും, സക്കാത്തും നിലനിൽക്കും. അപ്പൊ ഇത് നിലനിർത്താനുള്ള പ്രേരകം എന്ന് പറയുന്നത്, അതിന്റെ പ്രചോദനം, അതിന്റെ ചൈതന്യം, അതിന്റെ റൂഹ് എന്ന് പറയുന്നത് ഹൃദയത്തിലുള്ള ഈ വിശ്വാസമാണ് എന്നതാണ് ഈ ആയത്തും പഠിപ്പിക്കുന്നത്. സൂറത്തു തൗബയിലെ 18-ാമത്തെ വചനത്തിൽ കഅബാലയം അതുപോലെ തന്നെ പള്ളികൾ ഒക്കെ പരിപാലിക്കേണ്ടവരാരാണ്? അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ഏതെങ്കിലും ആളുകൾ കമ്മിറ്റിയിൽ കയറിക്കൂടി അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളാണോ പള്ളി പരിപാലിക്കേണ്ടത്? പള്ളിയുടെ മുത്തവല്ലിയോ അതിന്റെ ഭരണാധികാരികളോ ആകേണ്ടത് അല്ല. തീർച്ചയായും അള്ളാഹുവിന്റെ മസ്ജിദുകൾ പരിപാലിക്കേണ്ടത് ആരാണ്? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചവൻ മാത്രമാകുന്നു എന്നാണ്. എല്ലാവർക്കും പറ്റുന്നല്ല, ഇവൻ മാത്രമേ അതിന് പറ്റുള്ളൂ. എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കണം, പരലോകത്തിൽ വിശ്വസിക്കണം. ഈ വിശ്വാസത്തെക്കുറിച്ച് അള്ളാഹുവിലും പരലോകത്തിലും ഈമാൻ കാര്യങ്ങളിലെ 1-ാമത്തെയും 6-ാമത്തെയും വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വഅഖാമ സ്വലാത്ത വആത സക്കാത്ത്, ആ വിശ്വാസമുണ്ടാവുകയും എന്നിട്ട് നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് പള്ളികൾ പരിപാലിക്കേണ്ടത്. അപ്പൊ ഈ വിശ്വാസത്തെയും വിശ്വാസത്തിനെ തുടർന്ന് കർമ്മത്തെയും അള്ളാഹു ചേർത്തി പറഞ്ഞു. എന്നിട്ടോ വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹുവിൽ വിശ്വാസമുണ്ടായാൽ മാത്രം പോരാ, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും പേടിക്കാതിരിക്കുകയും ചെയ്യുന്ന. അപ്പൊ അള്ളാഹുവിനെ ആയിരിക്കണം ഭയപ്പെടേണ്ടത്. അള്ളാഹുവിന്റെ ദീൻ നടപ്പിലാക്കുന്നതിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നടപ്പിലാക്കുന്നതിൽ അള്ളാഹു അല്ലാത്ത ആരെയും ഭയപ്പെടാത്ത ആളുകളായിരിക്കണം പള്ളി പരിപാലിക്കേണ്ടത് എന്ന് ഇവിടെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമസ്കാരത്തെയും സക്കാത്തിനെയും ചേർത്ത് പറഞ്ഞു. ഇനി സൂറത്ത് ഫാത്തിറിലെ 18-ാമത്തെ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമാ തുൻദിറുല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യതലത്തിൽ ഗൈബിയായി തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നവരെയാണ്, അവരെ മാത്രമാണ് നീ താക്കീത് ചെയ്യേണ്ടത്. അല്ലാത്തവണ് താക്കീതിന്റെ കാര്യമല്ല, വയല് പറഞ്ഞിട്ട് കാര്യമല്ല, കുത്തു പറഞ്ഞിട്ട് കാര്യമല്ല, ഉപദേശിച്ചിട്ട് കാര്യമല്ല.
ഉപദേശം സ്വീകരിക്കുക ആരാണ്? അള്ളാഹുവിനെ അദൃശ്യതലത്തിൽ പേടിക്കുന്നവരെ മാത്രമാണ്. വഅഖാമുസ്സലാത്ത, ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ നമസ്കാരം നിലനിർത്തുന്നവരും. നേരത്തെ പറഞ്ഞത് തന്നെ, ഞാൻ ആവർത്തിക്കുന്നില്ല. പിന്നെ ഇവിടെ എന്താ പറയുന്നത്? വമൻ തസക്കാ ഫഇന്നമാ യതസക്കാ ലിനഫ്സിഹി. തഖ്വയും വിശ്വാസവും അതിനനുസരിച്ച നമസ്കാരം പോലുള്ള അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളും മറ്റും നിലനിർത്തുകയും ചെയ്യുകയും എന്നിട്ട് മാനസികമായി വിശുദ്ധി നേടുകയും ചെയ്യുന്നവർ. അപ്പൊ വിശുദ്ധി നേടണമെങ്കിൽ, ഒരാൾക്ക് തസ്കിയത്തുണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസം ഉണ്ടാകണം, തഖ്വയുണ്ടാകണം, അതനുസരിച്ച നമസ്കാരം, സക്കാത്ത്, ചെലവഴിക്കൽ മുതലായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഒരുത്തൻ ആത്മവിശുദ്ധി നേടിയാൽ അള്ളാഹ്ക്ക് അതുകൊണ്ട് വല്ലതുണ്ടോ? ഇല്ല. ഫഇന്നമാ യതസക്കാ ലിനഫ്സിഹി. ആ മാനസിക വിശുദ്ധി അവന് വേണ്ടി മാത്രമാകുന്നു. ആരാണോ വിശ്വസിച്ചത്, ആരാണോ തഖ്വ പുലർത്തിയത്, ആരാണോ അതിനനുസരിച്ച് പ്രവർത്തിച്ചത്, അവനാണ് ആ വിശുദ്ധിയുടെ നേട്ടം. നമ്മൾ നന്നായിട്ട് അള്ളാഹ്ക്ക് എന്താ? ഒന്നുമില്ല. ലോകത്തുള്ള ഒരാളും വിശ്വാസിയായില്ല, അള്ളാഹ്ക്ക് ഒരു കോട്ടവും വരാനില്ല. ഇതൊക്കെ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വഇലല്ലാഹിൽ മസീർ. ഈ തഖ്വയും അതനുസരിച്ചുള്ള പ്രവർത്തനവും അതുകൊണ്ടുണ്ടാകുന്ന ആത്മവിശുദ്ധിയും നേടിയാൽ ഓർക്കുക, അള്ളാഹുവിലേക്കാണ് മടക്കം. നേടിയിട്ടില്ലെങ്കിലോ അപ്പോഴും അള്ളാഹുവിലേക്കാണ് മടക്കം. ഇതനുസരിച്ചാണെങ്കിൽ അവിടെ പ്രതിഫലമുണ്ട്, ഇല്ലെങ്കിൽ അവിടെ ശിക്ഷയുണ്ട് എന്ന ഒരു താക്കീതും വാഗ്ദാനവുമാണ്. വഇലല്ലാഹിൽ മസീർ, അള്ളാഹുവിലേക്കാകുന്നു എത്തിച്ചേരാനുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത്. അപ്പോ ഒരാൾ ഒറ്റക്കാകുമ്പോൾ അള്ളാഹുവിന്റെ നിരീക്ഷണത്തെ അവൻ മനസ്സിലാക്കുന്നു, കൂട്ടത്തിലാകുമ്പോഴും മനസ്സിലാക്കുന്നു. അങ്ങനെ അവൻ വിശുദ്ധി നേടുന്നു. അപ്പോഴവൻ അവന്റെ വാക്ക്, പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സംസാരങ്ങൾ, അവന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ, അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ, മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ എല്ലാം അള്ളാഹുവിന് വേണ്ടിയായി മാറുന്നു. അവൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, അവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും രോഗം ബാധിക്കാത്ത, നിർജീവമാകാത്ത, ദുർബലപ്പെടാത്ത, ജീവസുറ്റ, ആരോഗ്യമുള്ള, ശക്തിയുള്ള ഇബാദത്തായി മാറുന്നു. അങ്ങനെ മാറണമെങ്കിൽ ഈ പറഞ്ഞ തഖ്വയും വിശുദ്ധിയും അപ്പുറവും ഇപ്പുറവും നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ ഒരു വിശ്വാസിക്ക് റമളാനിലെന്നല്ല, റമളാൻ കഴിഞ്ഞാലും നമസ്കാരം ഭാരമാവുകയില്ല. ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നത് റമളാൻ കഴിഞ്ഞാൽ ഭാരമായി തോന്നുകയില്ല. സത്യം പറയുക, നേരെ ചൊവ്വേ ജീവിക്കുക എന്നത് റമളാനിൽ മാത്രമുള്ളതാവുകയില്ല. റമളാൻ കഴിഞ്ഞാൽ അതൊക്കെ ഭാരമായി തോന്നുകയില്ല. ഇങ്ങനെ ഖുർആൻ പാരായണം ഓരോന്നും ഞാൻ എണ്ണി പറയേണ്ടതില്ല. എന്തെല്ലാം ഉണ്ടോ അതൊന്നും ഒരു വിശ്വാസിക്ക് ഭാരമേ ആവുകയില്ല, അതിനോട് മടുപ്പുണ്ടാവുകയില്ല. എപ്പോഴും അള്ളാഹുവിന്റെ ആ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അത് നിലനിർത്തി ജീവിക്കാൻ അവന് സാധിക്കും. ഇതുകൊണ്ടാണ് ഇതുപോലെ ഒരുപാട് ആയത്തുകളുണ്ട്. പല രീതിയിൽ വന്നിട്ടുള്ള അല്പസ്വല്പ വ്യത്യാസങ്ങളോടും ആശയങ്ങളോടും കൂടി വന്നിട്ടുള്ള 4 കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. രണ്ടാമത്തേത് ഖുർആനിൽ നോമ്പിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നോമ്പിനെ കുറിച്ച് മാത്രം അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട്. അസ്സൗമു ലി. നോമ്പ് എനിക്കുള്ളതാണ്. നിസ്കാരം വേറെ ആർക്കുള്ളതാ? അല്ല. സക്കാത്ത് വേറെ ആർക്കുള്ളതാ? അല്ല. എന്നാൽ എല്ലാം അള്ളാഹുവിനുള്ളതാണ്. നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹു പ്രത്യേകം പറഞ്ഞു അസ്സൗമു ലി. അപ്പൊ എല്ലാം അള്ളാഹുവിനുള്ളതാണ്. എന്നാൽ നോമ്പ് പ്രത്യേകമായി അള്ളാഹുവിന് മാത്രമുള്ളതാകുന്നു. ഒരാൾ നോമ്പിട്ടില്ലെങ്കിൽ ആരും അറിയൂല. അങ്ങനെ നടന്നു, വീട്ടിൽ പോയിട്ട് സ്വകാര്യമായ ഭക്ഷണം കഴിക്കുന്നു, ആരും അറിയാൻ പോലില്ല നോറ്റില്ല എന്നുള്ളത്. ആരും അറിയാതെ സ്വകാര്യമായി നിർവഹിക്കാൻ പറ്റുന്ന ഒരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അവന്റെ നിർബന്ധം കൊണ്ടാണ്, അല്ലെങ്കിൽ നിർബന്ധമാക്കിയത് കൊണ്ടാണ്. ശിക്ഷ കിട്ടുമെന്ന് പേടിച്ചാൻ, പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൻ അങ്ങനെ അവൻ നോമ്പ് നിൽക്കുന്നു. അതുകൊണ്ട് അവന് ഞാൻ അതിന് പ്രതിഫലം നൽകുന്നു. അപ്പൊ ബാക്കിയുള്ളതിന് പ്രതിഫലം കിട്ടൂലേ? കിട്ടും. പ്രതിഫലം അള്ളാഹു അല്ലാത്ത വേറെ ആരാണോ നമസ്കാരത്തിന് നൽകുന്നത്? അല്ല, അതും അള്ളാഹു തന്നെയാ നൽകുന്നത്. പക്ഷേ നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഞാനാകുന്ന പ്രതിഫലം കൊടുക്കുന്നത്. കാരണം അവൻ അവന്റെ വികാരത്തെയും അന്നപാനീയങ്ങളെയും വെടിയുന്നത് മിൻ അജ്ലി, ഞാൻ കാരണത്താലാണ്, അള്ളാഹു കാരണത്താലാണ്. അള്ളാഹു പറഞ്ഞു എന്നതുകൊണ്ടാണ് ഒരാൾ അവന്റെ പകൽ സമയത്ത് ലൈംഗികമായ വികാരങ്ങളെ മാറ്റി നിർത്തുന്നത്, അതുപോലെ തന്നെ മനസ്സിന്റെ ദുഷ്ടചിന്തകളെ മാറ്റി നിർത്തുന്നത്, വയറിന്റെ വിശപ്പിനെയും ദാഹത്തെയും മാറ്റി നിർത്തുന്നത് മറ്റാർക്കും വേണ്ടിയല്ല. ഇതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ വാചകത്തിൽ ഇനി നോമ്പിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ള ആ കൽപ്പനയിൽ അവസാനം കാണാം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. അപ്പൊ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരുത്തൻ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് നോമ്പ് നോൽക്കുമ്പോൾ അവന്റെ തഖ്വക്ക് വർധനവുണ്ടാകുന്നു. തഖ്വ അപ്പം തുടങ്ങിയല്ല,
അവന്റെ വിശ്വാസത്തിനനുസരിച്ച് അവൻ അമല് ചെയ്യുന്നു, തഖ്വയിൽ വർധനവുണ്ടാകുന്നു. അത് അവന് പരിചയാക്കി മാറ്റാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെയും ഈ ഒരു കാര്യം ഖുർആനും ഹദീസും എടുത്തു പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ചില കാര്യങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാം. ആദ്യകാലത്ത് നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ, ആദ്യകാലം എന്ന് പറഞ്ഞാൽ മദീനയിലെത്തി 2ാമത്തെ വർഷമാണ് നോമ്പ് നിർബന്ധമാകുന്നത്. അതിന്റെ ആദ്യകാലത്ത് രാത്രി സമയങ്ങളിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൂടെന്ന് സഹാബത്തിനൊരു ധാരണയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരാൾ നോമ്പ് തുറക്കുന്ന സമയമായി നോമ്പ് തുറക്കാതെ ഉറങ്ങിയാൽ പിന്നീട് ഉണർന്നാൽ പുലർച്ചയ്ക്ക് മുമ്പാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നും അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നുവെന്നും സഹാബികൾ അങ്ങനെ ചെയ്തിരുന്നുവെന്നും ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരിയുടെ ഒരു ഹദീസിൽ ഇങ്ങനെ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഒരു സഹാബി ഖൈസ് ബിൻ സിർമ അൽ അൻസാരി, ആ സഹാബി നോമ്പ് നോറ്റു. അദ്ദേഹം പകല് മുഴുവൻ അധ്വാനിച്ചവനാണ്. എന്തിനു വേണ്ടി? ജീവിക്കാൻ, കുടുംബം പുലർത്താൻ. അങ്ങനെ അധ്വാനിച്ച് വൈകുന്നേര സമയമായി നോമ്പ് തുറക്കാറായപ്പോ ഭാര്യന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, എന്തൊക്കെ താമുൻ, നിന്റെ അടുക്കൽ വല്ല ഭക്ഷണവുമുണ്ടോ? നമ്മളെ ചോദ്യം എന്താ? ഇന്ന് എന്താണെന്നാണ്. രണ്ട് ചോദ്യമാണ്. വല്ലതുമുണ്ടോ എന്നത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. ഇന്ന് എന്താണ് എന്ന ചോദ്യത്തിന്റെ അർത്ഥം ആദ്യം തന്നെ ജ്യൂസ് ഉണ്ടോ, തരിയുണ്ടോ, പിന്നെ വേറെ നാരങ്ങ വെള്ളമുണ്ടോ, അതല്ലെങ്കിൽ പിന്നെ എണ്ണക്കരി ഏതാണ്, വറുത്തതോ ഇടിച്ചതോ പൊരിച്ചതോ, എന്തുണ്ട് എന്നാ ചോദ്യം. ബട്ട് അതല്ല ചോദ്യം, വല്ലതുമുണ്ടോ? ഭാര്യ പറഞ്ഞു, ഒന്നുമില്ല. എങ്കിൽ ഞാൻ പോയി നോക്കാം, നിങ്ങൾക്ക് വേണ്ടി എവിടെങ്കിലും പോയി ചോദിച്ചു നോക്കട്ടെ, വല്ല ഭക്ഷണവും ഉണ്ടോ നോമ്പ് തുറക്കാൻ. നോക്കണം, ആലോചിക്കണം നിങ്ങൾ. നോമ്പ് തുറക്കാൻ പച്ചവെള്ളമല്ലാത്ത മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തേടി നോക്കട്ടെ, അന്വേഷിച്ച് നോക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി വല്ല ഭക്ഷണവും കിട്ടാൻ. എന്നിട്ട് ആ ഹദീസിൽ പറയാൻ, ഈ സഹാബി പകൽ മുഴുവൻ അധ്വാനിച്ചവനായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും നോമ്പ് നോറ്റ് അധ്വാനിച്ചത് കൊണ്ട് അദ്ദേഹം ക്ഷീണിച്ചിട്ടുണ്ട്. കണ്ണുകൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിരുന്നു. ഭാര്യ ഭക്ഷണം തേടി പുറത്തെവിടെയോ പോയി. തിരിച്ചു വരുമ്പോഴേക്ക് ക്ഷീണം കാരണം ഒന്നും കിട്ടാതെ, നോമ്പ് തുറക്കാനും ഒന്നും കിട്ടാതെ ഈ സഹാബി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ക്ഷീണിച്ചുറങ്ങിയ തന്റെ ഭർത്താവിനെ കണ്ട് ഭാര്യ സ്വയം പറയുകയാണ്, ഹൈബത്തല്ലഖ്, താങ്കൾക്ക് എന്തൊരു ഇച്ഛാഭംഗം, പരാജയം എന്ന് പറഞ്ഞാൽ അയാൾ പരാജയപ്പെട്ടു എന്നല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റിയില്ല, ഇവിടെ ഒന്നുമില്ല, തേടിയിട്ടൊന്നും കിട്ടാൻ സാധിച്ചിട്ടില്ല, ഇനി നിങ്ങൾ ഇങ്ങനെ തന്നെ ഉറങ്ങി നാളത്തെ നോമ്പ് കൂടി നോൽക്കണമല്ലോ. അങ്ങനെ നേരം വെളുത്തു. അദ്ദേഹം ഒന്നും കഴിക്കാതെ, അന്നത്തെ ആ നടപടി അനുസരിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതെ, രാത്രിയിലും കഴിക്കാതെ അദ്ദേഹം നോമ്പ് നോറ്റു. നട്ടുച്ച സമയമായി. ഹുഷിയ അലൈഹി, അദ്ദേഹത്തിന് ബോധക്ഷയമുണ്ടായി, ബോധം കെട്ടുപോയി വിശന്നിട്ട്. കാരണം 1.5 ദിവസമായി, കഴിഞ്ഞ പകലും രാത്രിയും ഈ പകലിന്റെ പകുതിയും. ഈ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു. അപ്പോഴാണ് സൂറത്തുൽ ബഖറയിലെ 187ാമത്തെ ആയത്ത് അവതരിച്ചത് എന്ന് കാണാം. അവിടെ ഈ പറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചും ഏത് മുതൽ ഏതുവരെ കഴിക്കാൻ പാടില്ല, ഏത് മുതൽ ഏതുവരെ കഴിക്കാം, അതേപോലെ ലൈംഗിക ബന്ധം ഏത് മുതൽ ഏതുവരെ പറ്റും, ഏത് മുതൽ ഏതുവരെ പാടില്ല എന്ന ആയത്ത് അവതരിച്ചത് ഈ സന്ദർഭത്തിലാണ്. ഫഫരിഹു ബിഹാ ഫറഹൻ ശദീദാ. ഈ ആയത്തിറങ്ങിയപ്പോ സത്യവിശ്വാസികൾ വളരെ ശക്തമായി സന്തോഷിച്ചു എന്നും ഈ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ചില റിപ്പോർട്ടുകളിൽ ഇതിനേക്കാൾ കൂടുതലായി ചില പരാമർശങ്ങൾ കാണാം. ഞാനിവിടെ സമയക്കുറവുകൊണ്ട് വിശദീകരിക്കുന്നില്ല. എന്തുകൊണ്ട് ഈ ഒരു സഹാബി ഇങ്ങനെ പട്ടിണി കിടന്നിട്ടും ദാഹമുണ്ടായിട്ടും ക്ഷീണമുണ്ടായിട്ടും രാത്രിയായി ഉറങ്ങിപ്പോയി, ഇനി വല്ലതും കിട്ടിയാൽ പോലും തിന്നില്ല. ചില റിപ്പോർട്ട് പറയുന്നത് ഭാര്യ അദ്ദേഹത്തോട് നിങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു നോക്കിയതാണ്. കാരണം എന്താ, എന്തെങ്കിലും ഇയാൾ കഴിച്ചോട്ടെ, ഉറങ്ങിയെന്ന് വന്നാൽ കഴിക്കൂല, അപ്പൊ ഉറങ്ങിയിട്ടില്ല എന്ന് അയാളോട് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമല്ലോ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ വല്ലതും ഇനിയും തേടിപ്പോകാലോ, എന്തായിരുന്നാലും അങ്ങനെ പറഞ്ഞു. എന്നിട്ടും അയാൾ അങ്ങനെ തന്നെ പൂർത്തിയാക്കി എന്നാണ്. ഈ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു തഖ്വ പുലർത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് നേരത്തെ പറഞ്ഞ ഹദീസാൻ. അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാകുന്നു അതിന് പ്രതിഫലം കൊടുക്കുന്നത്, എനിക്ക് വേണ്ടിയാണ് അവൻ നോമ്പ് നോറ്റത് എന്ന ആ തഖ്വയും വിശ്വാസവും ഹൃദയത്തിൽ ഉണ്ടായതുകൊണ്ട് ആ അവസ്ഥയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു, അദ്ദേഹം ശ്രമിച്ചു എന്നതാണ്. അപ്പൊ നോക്കൂ, നോമ്പ് അത് തഖ്വയിൽ നിന്നുണ്ടാകേണ്ടതാണ്. അതിനനുസരിച്ച് മാനസികമായ വിശുദ്ധി ഉണ്ടായിത്തീരേണ്ടതാണ്. ഇനി ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജ് എന്നൊരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. ആ സൂറത്തും സൂറത്തുൽ ബഖറയിലെ വചനങ്ങളും ഒക്കെ പരിശോധിച്ചാൽ അവിടെയും നമുക്ക് കാണാം ഈ ഒരു കാര്യം ഖുർആൻ സൂചിപ്പിച്ചത്. സൂറത്തുൽ ഹജ്ജിലെ 29, 30, 31, 32 പിന്നെ 37 വരെയുള്ള ആയത്തുകളിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. 29 മുതൽ 32 വരെയുള്ള 4 വചനങ്ങളിൽ 2 സ്ഥലത്ത് 32-ലും 34-ലും 29-ലും 32-ലും അള്ളാഹു പറഞ്ഞു, ദാലിക വമൻ യുഅള്ളിം ഹുറുമാത്തില്ല, അള്ളാഹുവിന്റെ പവിത്രതകളെ
ആര് ആദരിക്കുന്നുവോ അതാകുന്നു ഇപ്പറയുന്ന കാര്യങ്ങൾ. ഏത്? ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അള്ളാഹു പവിത്രമായ കാര്യങ്ങളെ ബഹുമാനിക്കലാണത്. പിന്നെ 32-ാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ, ആദ്യം പറഞ്ഞത് ഹുറുമാത്താൻ, അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങൾ. ഇത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ മഹത്വപ്പെടുത്തലാകുന്നു. അത് ആ മഹത്വപ്പെടുത്തുക, ചിഹ്നങ്ങളെ ആദരിക്കുക എന്നത് ഹൃദയത്തിന്റെ ഭക്തിയിൽ നിന്നുണ്ടാകുന്നതാകുന്നു. അപ്പൊ അള്ളാഹുവിന്റെ പവിത്രമാക്കിയതിനെ ആദരിക്കുക, ശിആറുകളെ പുലർത്തുക എന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടാകണം? മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ഭക്തിയിൽ നിന്നുണ്ടാകണം, തഖ്വയിൽ നിന്നുണ്ടാകണം, അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ ഉണ്ടാകണം, അള്ളാഹുവിനെ കുറിച്ച പേടിയിൽ നിന്നുണ്ടാകണം. അപ്പൊ ഖുർആൻ അവിടെ തുടങ്ങുന്നിടത്തും അവസാനത്തിലും പറഞ്ഞു. ഇനി സൂറത്തുൽ ബഖറയിലെ 189-ാമത്തെ ആയത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് ചില നിയമങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ വീടിന്റെ ബാക്കിലൂടെയല്ല വീട്ടിൽ കയറേണ്ടത്, വീടിന്റെ മുന്നിലൂടെയാണ് വരേണ്ടത്. ഞാൻ അതിന്റെ ഒന്നും വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്നിട്ട് അല്ലാഹു പറയാണ് വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി. സൂറത്തുൽ ഹജ്ജിൽ നേരത്തെ പറഞ്ഞ ആയത്തുകൾക്ക് ശേഷം 32-ന് ശേഷം 37-ാമത്തെ ആയത്തിൽ അള്ളാഹു ബലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ഉളുഹിയത്ത്. ഈ ഉളുഹിയത്ത് എല്ലാവരും അറക്കുന്നു. എല്ലാവരും അറുത്താൽ രക്തമാണ് പുറത്തേക്ക് വരുന്നത്. എല്ലാവരും അറുത്താൽ കിട്ടുന്നത് മാംസമാണ്. എല്ലാവരും ഒരേ രീതിയിലോ പല രീതിയിലോ അതേ മാംസം ഭക്ഷിക്കുന്നു. എല്ലാവരും പൈസ കൊടുത്താണ് വാങ്ങുന്നത്. പക്ഷേ എല്ലാം ഒരുപോലെയല്ല. ആയത്ത് ഞാൻ ഓതാതെ തന്നെ നമുക്കറിയാം, അള്ളാഹുവിന് ഈ അറുക്കപ്പെട്ട മൃഗങ്ങളുടെ മാംസമോ രക്തമോ അള്ളാഹുവിന് എത്തുകയില്ല. മറിച്ച് അള്ളാഹു നേടുന്നത് നിങ്ങളിൽ നിന്നുള്ള തഖ്വയാകുന്നു. ഈ മൃഗത്തെ പൈസ കൊടുത്ത് വാങ്ങിയപ്പോൾ, പോറ്റി വളർത്തിയപ്പോൾ, അതിനെ അറുത്തപ്പോൾ, അത് വൃത്തിയാക്കിയപ്പോൾ, അത് ഓഹരി വെച്ച് കൊടുത്തപ്പോൾ, അത് തിന്നുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊരു തഖ്വയാണോ, എന്തൊരു അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിന്റെ പ്രചോദനം കൊണ്ടാണോ നിങ്ങൾ ചെയ്തത്, ആ തഖ്വ മാത്രമേ അള്ളാഹ്ക്ക് എത്തുകയുള്ളൂ. അള്ളാഹ്ക്ക് രക്തം വേണ്ട, അള്ളാഹുവിന് മാംസം വേണ്ട എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയതിൽ നിന്നും ഈ ഒരു തഖ്വയിൽ നിന്നാണ് കർമ്മങ്ങൾ ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ പ്രവർത്തനങ്ങൾ നമുക്ക് ഭാരമല്ലാതാവുകയുള്ളൂ, എളുപ്പമാവുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്കത് ചെയ്യാനുള്ള ആവേശമുണ്ടാവുകയുള്ളൂ, ആ കർമ്മങ്ങൾ നന്നായി തീരുകയുള്ളൂ, സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നൊക്കെ ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബഖറയിലെ 197-ാമത്തെ ആയത്ത്, നിങ്ങൾ നന്മയിൽ നിന്ന് എന്ത് പ്രവർത്തിച്ചാലും ശരി അത് അള്ളാഹു അറിയും. നിങ്ങൾക്ക് വേണ്ട യാത്രാഭക്ഷണങ്ങൾ സജ്ജീകരിക്കുക. യാത്രാഭക്ഷണത്തിൽ ഏറ്റവും നല്ല യാത്രാഭക്ഷണം എന്ന് പറയുന്നത് ATM കാർഡല്ല, കീശയിൽ പണം കൊണ്ടുപോകലല്ല, സഞ്ചിക്കെട്ടിൽ ഭക്ഷണവുമായി പോകലല്ല. പിന്നെന്താണ്? അത്തഖ്വാ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാകുന്നു ഏറ്റവും നല്ല യാത്രാഭക്ഷണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. ഇത് ഹജ്ജുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. അല്ലാതെയും നമ്മൾ യാത്രയിലാണ്. ആ യാത്രയിൽ ഭക്ഷണമില്ലെങ്കിലും നമ്മോടൊപ്പം ഉണ്ടാകേണ്ടത് അള്ളാഹുവിനെ സംബന്ധിച്ച ഭക്തിയാണ്. നാളെ പരലോകത്തേക്കുള്ള യാത്രയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ജീവിതം. ആ പരലോകത്ത് കിട്ടാനുള്ള ഭക്ഷണം എന്തായിരിക്കണം? ഇവിടെ നിന്ന് തേടണം. എന്താണ് ആ ഭക്ഷണം? അത് തഖ്വയാണ്. ഇവിടെ നിന്ന് തഖ്വ നേടിയാൽ നാളെ പരലോകത്ത് അതിന്റെ ഫലം നമുക്ക് കൊയ്യാൻ സാധിക്കും. വത്തഖൂനി യാ ഉലിൽ അൽബാബ്. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നു, നിങ്ങൾ ബുദ്ധിയുള്ളവരെ. ലുബ് എന്ന് പറഞ്ഞാൽ കാമ്പ് എന്നർത്ഥം. ഇപ്പൊ തേങ്ങ പൊളിച്ചാൽ അതിന്റെ ഉള്ളിൽ നിന്ന് തേങ്ങ കിട്ടും, അതാണ് അതിന്റെ കാമ്പ്. ഒരു പരിപ്പ് അല്ലെങ്കിൽ ഒരു കശുവണ്ടി പോലുള്ള സാധനങ്ങളുടെ തോട് പൊളിച്ചാൽ അതിന്റെ ഉള്ളിൽ നിന്ന് പരിപ്പ് കിട്ടും. ബദാമിന്റെ തോട് പൊട്ടിച്ചാൽ അതിന്റെ പരിപ്പ് കിട്ടുന്നത്. അകക്കാമ്പിനാണ് ലുബ് എന്ന് പറയുന്നത്. അപ്പൊ കാമ്പുള്ളവരെ എന്നാണ്. എന്നാൽ തലമണ്ടക്കുള്ളിൽ ബുദ്ധിയുള്ളവരെ വത്തഖൂനി, നിങ്ങൾ എന്നെ സൂക്ഷിച്ചുകൊള്ളുക. ഇതാണ് ഈ പറഞ്ഞ തഖ്വയുടെ ഭക്ഷണം തയ്യാറാക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ആ ആളുകളെ വിളിച്ചുകൊണ്ട്, ബുദ്ധിയുള്ളവരെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. എന്നാൽ കപടവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ തിരിച്ചു പറഞ്ഞു. അവർക്ക് വാക്കുണ്ട്, പ്രവർത്തനമുണ്ട്. പക്ഷെ വാക്കിന്റെയും പ്രവർത്തനത്തിന്റെയും പ്രചോദനം ഹൃദയമല്ല, ഹൃദയത്തിൽ നിന്നുള്ള തഖ്വയല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് യഖൂലൂന ബി അൽസിനതിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലില്ലാത്ത എന്തോ ഒന്നാണ് ഈ കപടവിശ്വാസികൾ പറയുന്നത്. അപ്പൊ പറയുന്നു എന്ന് പറഞ്ഞു. നമസ്കാരത്തിൽ അവർ പറയുന്നു, ഫാത്തിഹ ഓതുന്നു, ആയത്ത് ഓതുന്നു, പ്രാർത്ഥന ചെല്ലുന്നു, ദിക്ർ ചെല്ലുന്നു, സലാം വിട്ടുന്നു, ജമാഅത്തിൽ പങ്കെടുക്കുന്നു, ദിക്ർ ചെല്ലുന്നു, ഒക്കെണ്ട്. പറയുന്നു, ഞങ്ങൾ വിശ്വസിച്ചു എന്നും പറയുന്നു. പക്ഷെ ഇതൊന്നും എന്തല്ല, മാ ലൈസ ഫീ ഖുലൂബിഹിം, ഹൃദയത്തിലുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ തഖ്വയില്ല. തഖ്വയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചില വെറും വാക്കുകൾ മാത്രമാണ് അവരുടെ വാക്ക്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്ക് അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പൊ എന്താ കാരണം? തഖ്വയിൽ നിന്നുണ്ടായതല്ല. മദീനയിൽ മസ്ജിദിന്റെ പ്രവാചകൻ ഉണ്ടാക്കിയ ഖുബാ പള്ളിക്ക് അപ്പുറത്ത് കപടവിശ്വാസികൾ വേറെ ഒരു പള്ളി ഉണ്ടാക്കി. നബി ഉണ്ടാക്കിയത് പോലെ തന്നെയാണ് പള്ളി ഉണ്ടാക്കിയത്, മാറ്റൊന്നുമില്ല.
ഖിബിലക്ക് നേരെ തന്നെയാണ്, നമസ്കരിക്കാനാണ്. പക്ഷേ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് മസ്ജിദുൽ ദിറാർ, പരസ്പര ഉപദ്രവത്തിന്റെ ഭിന്നിപ്പിന്റെ പള്ളി എന്നാണ്. എന്താ കാരണം? അത് തഖ്വയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല. അതുകൊണ്ട് മുഹമ്മദെ നബിയെ, നീ ഒരിക്കലും ആ പള്ളിയിൽ നമസ്കരിച്ചു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്തിറക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. കാരണം എന്താ? തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലായത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ഹൃദയ വിശുദ്ധിയിൽ നിന്ന്, ശുദ്ധമായ കലർപ്പില്ലാത്ത വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണോ എങ്കിൽ നമുക്കത് നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. അതിന്റെ ഫലങ്ങൾ ദുനിയാവിൽ അനുഭവിക്കാൻ സാധിക്കും. തിന്മയെ മാറ്റി നിർത്താൻ സാധിക്കും. കർമ്മങ്ങളെ, സുന്നത്തുകളെ, ഇതിനെയെല്ലാം നല്ല തൃപ്തിയുള്ള മനസ്സോടുകൂടി സ്വീകരിക്കുവാനും അനുഷ്ഠിക്കുവാനും നമുക്ക് സാധിക്കും. പരലോകത്ത് ആ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ട് അതിന്റെ ഫലങ്ങൾ കൊയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. ഇല്ലേ? എല്ലാം പരാജയമാണ്. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കുക, ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മാറിയിട്ടുണ്ടോ ഇല്ലേ എന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ മിൻഹാജുസ് സുന്ന എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ മജ്മൂ ഫത്താവയിലും ഒക്കെ കൊടുത്തിട്ടുള്ള വാചകങ്ങൾ, കപടവിശ്വാസികളെ കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാൻ, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കപടവിശ്വാസികളുടെ അവസ്ഥയിലാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. അവരിത് മാത്രമല്ല, ആരുടെ പ്രവൃത്തി എങ്ങനെയാണോ അതൊന്നും സ്വീകരിക്കുകയില്ല. മിൻഹാജുസ് സുന്നയിൽ അദ്ദേഹം പറയുന്നു, ആളുകളുടെ പ്രവർത്തനങ്ങൾ എല്ലാം ഒരുപോലെയല്ല, കണ്ടാലെല്ലാം ഒരുപോലെയാണ് തോന്നും, എല്ലാം വ്യത്യാസപ്പെടും. എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? പുറത്തല്ല മാറ്റം, മനുഷ്യ ചെയ്യുന്ന ആളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന തഖ്വയിലും ഈമാനിലുമുള്ള ഏറ്റ വ്യത്യാസത്തിനനുസരിച്ച് അവന്റെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റ വ്യത്യാസമുണ്ടാകും. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയാൻ, ഒരേ സഫിൽ നിന്നുകൊണ്ട് രണ്ടാളുകൾ നമസ്കരിക്കുന്നു, ഒരേ ഇമാമിനെ തുടർന്ന്. പക്ഷേ ഈ ഒരേ രീതിയിൽ നമസ്കരിക്കുന്ന രണ്ടാളുകളുടെ നമസ്കാരത്തിനിടയിൽ കമാ ബൈന സമാഇ വൽ അർള്, ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള അന്തരം പോലെ അന്തരമുണ്ടാകും. നമുക്ക് നോക്കിയാൽ കാണൂല, നമുക്ക് മനസ്സിലാവൂല. അതാർക്കേ മനസ്സിലാവുള്ളൂ? അള്ളാഹുവിന് മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം എന്താ? ഇവൻ എന്തിന് നമസ്കരിക്കുന്നു? ഈ നമസ്കരിക്കുമ്പോഴുള്ള അവന്റെ ചിന്ത എന്താണ്? നമസ്കരിക്കാനുള്ള അവന്റെ പ്രചോദനം എന്താണ്? ഇവൻ എന്താണ് അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത്? ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഒരുത്തൻ ദുനിയാവിനായിരിക്കാം ഗാഫിലായി അശ്രദ്ധനായിട്ടായി നമസ്കരിക്കുന്നത്, ആളെ കാണിക്കാനായിരിക്കും നമസ്കരിക്കുന്നത്, അല്ലെങ്കിൽ ശിർക്കോടുകൂടിയാകാം നമസ്കരിക്കുന്നത്. മറ്റവൻ നേരത്തെ പറഞ്ഞ ഈമാനിന്റെയും തഖ്വയുടെ അടിസ്ഥാനത്തിലാകും. അപ്പൊ അത് ആകാശവും ഭൂമിയും തമ്മിൽ അന്തരമുണ്ട്. ഒന്ന് സ്വീകരിക്കപ്പെടും, മറ്റ് പാടെ തിരസ്കരിക്കപ്പെടും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇപ്പോ വഴിയിലേക്ക് തൂങ്ങിക്കിടക്കുന്ന മരക്കൊമ്പ് വെട്ടിമാറ്റിയാൽ, മരം മുറിച്ചു മാറ്റിയാൽ, മുൾക്കൊമ്പുകൾ വെട്ടിമാറ്റിയാൽ കൂലി കിട്ടും, പാവം പൊറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം പറയാണ്, ഇവിടെ ഒരാൾ മരത്തിന്റെ കൊമ്പുകളെ വഴിയിൽ നിന്ന് നീക്കുന്ന എല്ലാവരും യുഗ്ഫർ ലഹു, എല്ലാവർക്കും പാപം പൊറുക്കപ്പെടുകയില്ല. ഇപ്പൊ വലിയ സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തുന്ന ആളുകൾ അങ്ങാടിക്ക് ക്ലീൻ ചെയ്യുക, അഴുക്കുചാലൊക്കെ കൈയിട്ട് മാന്തിയൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. എന്നാൽ ഒരു മുസ്ലിം ചെയ്യുന്നു, മുസ്ലിമിന്റെ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടുന്നു, മറ്റവന്റേത് ഫോട്ടോ വരും, പാപം പൊറുക്കപ്പെടുകയില്ല. കാരണം എന്താ? അവന്റെ ഹൃദയത്തിൽ വിശ്വാസമോ തഖ്വയോ ഇല്ല. അതാണ് വ്യത്യാസം. കർമ്മങ്ങളൊന്നാണ്, പക്ഷെ സ്വീകരിക്കപ്പെടുന്നതിൽ വ്യത്യാസമുണ്ട്, പ്രതിഫലം കിട്ടുന്നതിലും വ്യത്യാസമുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അത്തരം ഒരു തഖ്വ നമ്മൾ ഈ റമദാനിലൂടെ നേടിയിട്ടുണ്ടെങ്കിൽ, വിശ്വാസപരമായ കരുത്ത് നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ഇതേ ചൈതന്യത്തോടുകൂടി അടുത്ത റമദാൻ വരെ നിലനിൽക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ആകണമെങ്കിൽ നമ്മുടെ റമദാൻ ആയിട്ടുണ്ടോ, നോമ്പായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തഖ്വയുടെ രക്ഷാകവചം കൈവരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. ഇന്നും നാളെയും ഒരു പക്ഷേ ഞായറാഴ്ച പെരുന്നാളായിരിക്കും, അല്ലെങ്കിൽ ഞായറാഴ്ച കൂടി നോമ്പ്. ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിൽ ബാക്കിയാകുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ നേരത്തെ പറഞ്ഞതിന് തുടർച്ചയായി ഞാൻ സാധാരണ എല്ലാ വെള്ളിയാഴ്ച അവസാനം ഒരു വിലയിരുത്തലുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകില്ല. ഞാൻ ഈ വിലയിരുത്തലാണ്, നമ്മൾ ഈ പറഞ്ഞ തഖ്വ നേടിയോ നിലനിർത്താൻ പറ്റുമോ, അതാണ് പറഞ്ഞതിന് ചുരുക്കം. അപ്പൊ അതുകൊണ്ട് ഇതുവരെയുള്ള ദിവസങ്ങൾ നമ്മൾ ഒരു പരിശോധന നമ്മൾ നടത്തുക. എന്തൊക്കെ റമദാനിൽ ഉണ്ടാകണമോ അതൊക്കെ നമ്മൾ നേടിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഒറ്റ വാചകത്തിലേ പറയുന്നുള്ളൂ. എന്തൊക്കെ ഒഴിവാകേണ്ടതുണ്ടായിരുന്നുവോ അതൊക്കെ നമ്മളിൽ നിന്ന് ഒഴിവായിട്ടുണ്ടോ? എന്തൊക്കെ പ്രതീക്ഷിക്കാൻ അള്ളാഹും റസൂലും റമദാനിൽ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പ്രതീക്ഷിക്കാനും സാക്ഷാത്കരിക്കാനും സാധിച്ചിട്ടുണ്ടോ? എന്തൊക്കെ പേടിക്കണമെന്ന് പറഞ്ഞിരുന്നുവോ അതിനൊക്കെ പേടിക്കാനും ഒഴിവാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു പരിശോധന. സംതൃപ്തമായ ഒരു മറുപടിയാണ് നമ്മുടെ മനസ്സ് നമുക്ക് തരുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരു അവസ്ഥ നേമത്ത് നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുക. മറുപടി നിരാശയാണെങ്കിൽ മറുപടി പറയേണ്ടതും ചോദ്യം ചോദിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. നമ്മൾ ചോദിക്കുന്നു, നമ്മൾ ഉത്തരം കണ്ടെത്തുന്നു. പ്രതികൂലമാണ്, നെഗറ്റീവാണ് മറുപടി എങ്കിൽ നിരാശപ്പെടേണ്ടതില്ല. ഇനിയും മണിക്കൂറുകൾ ബാക്കി കിടക്കുന്നു. ആ അവസ്ഥയെക്കുറിച്ച് ഖേദിക്കുകയും പശ്ചാത്തപിക്കുകയും ഇനിയുള്ള സമയങ്ങൾ കൃത്യമായി അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുക. അതുപോലെ തന്നെ പാപമോചനം, ഇസ്തിഗ്ഫാർ,
അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കൽ ചെയ്തിട്ടില്ലാത്തവർ ഇനിയും സമയമുണ്ട്. പക്ഷേ ഇനിയുള്ള സമയങ്ങൾ ഓരോ സെക്കൻഡുകളും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഖുർആൻ പാരായണം ഒരു വട്ടമെങ്കിലും ചുരുങ്ങിയത് തീർത്തിട്ടുണ്ടോ ഇല്ലേ പരിശോധിക്കുക. ഇനിയും ഒരു വട്ടം തീർക്കാനുള്ള സമയമുണ്ട്. ഇരുന്നങ്ങ് ഓതിയാൽ കൃത്യമായി തന്നെ ഓതി തീർക്കാൻ പറ്റും. അങ്ങനെ ഒരു ലക്ഷ്യം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലേ നമ്മൾ പരിശോധിക്കുക. പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നമുക്ക് മടുപ്പ് തോന്നുന്നുവെങ്കിൽ ഞാനെന്ത് ചോദിക്കാനാണ്, എനിക്ക് ആര് പൊറുക്കാനാണ് എന്നാരും വിചാരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ റൗഹ് ആശ്വാസത്തെ സംബന്ധിച്ച് കാഫറുകളല്ലാതെ, അക്രമികളല്ലാതെ നിരാശപ്പെടുകയില്ലെന്ന് ഖുർആൻ 2 സ്ഥലങ്ങളിൽ പറഞ്ഞത് കാണാം. അപ്പൊ ഒരിക്കലും നമ്മൾ നിരാശരാകേണ്ടതല്ല. എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന പ്രതീക്ഷയോടുകൂടി അതുണ്ടാകണം. ചെയ്ത അമലുകൾ സ്വീകരിക്കണമേ എന്ന് അള്ളാഹുവിനുള്ള പ്രാർത്ഥന അതിലേറെ അനിവാര്യമായ കാര്യമാണ്. ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, എന്റെ എല്ലാം സ്വീകരിക്കപ്പെടും, എന്നെ പോലെ നന്നായി ചെയ്ത ആരുമില്ല ഇവിടെ, അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രത്യേക പ്രാർത്ഥന നടത്തേണ്ടതില്ല എന്നാരും അഹങ്കരിക്കുകയോ അഹംഭാവം മനസ്സിൽ തോന്നുകയോ ചെയ്യേണ്ടതില്ല. വീഴ്ചകളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം, സ്വീകരിക്കപ്പെടാത്തവയുണ്ടാകാം, ബാത്തിലാക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടാകാം, ആളുകളെ കുറിച്ച അനാവശ്യമായ സംസാരങ്ങളും ലഹവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. അത് പരിഹരിച്ച് അള്ളാഹുവിനോട് മാപ്പാക്കുവാനും ശരിയായ രീതിയിൽ ആ അമലുകളെ സ്വീകരിച്ച് പ്രതിഫലം നൽകുവാനും അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതുപോലെ പിന്നെ സൂചിപ്പിക്കാനുള്ള സക്കാത്തുൽ ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചാണ്. അത് കൂടുതലായി ഒന്നും പറയേണ്ടതില്ല. എത്ര കൊടുക്കണം, ആര് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എങ്ങനെ, അതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാനുള്ളത്, പിന്നെയും ആളുകൾ സംശയിക്കേണ്ടത് സായനെ സംബന്ധിച്ചാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതിൽ കാണാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ കൊല്ലത് പറഞ്ഞിട്ടുണ്ട്, വേറെ ഇന്നും ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ചെയ്ത് ക്ലാസ്സിന്റെ മുമ്പ് നടത്തിയ സക്കാത്തുൽ ഫിത്റിനെ സംബന്ധിച്ച്. എന്താണ് സായ്? അതിൽ ഷെയ്ഖ് ഉസൈമീൻ ഒരു സക്രാം, അതായത് നമ്മളെ ഈ പറയുന്ന ഈ പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ നിന്ന് കിട്ടിയ ഒരു ചെമ്പുകൊണ്ടുണ്ടാക്കിയ സായ്, അതുമുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഇന്ന ആളുകൾ കൈമാറ്റം ചെയ്തു, ആരുടെ കൈയുടെ അളവനാണ് ആ സാഴ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് തുടങ്ങിയ സഹാബി വരെ എത്തുന്ന ഒരു സാഴ് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ അളവാണ് ഏറ്റവും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം. 2.5 കിലോ 3 കിലോ പലതുണ്ട്. അദ്ദേഹം പറയുന്നത് അരിയാണെങ്കിൽ 2/100, അതിൽ കുറയാൻ പാടില്ല, കൂടണ കുഴപ്പമില്ല. നല്ല ഗോതമ്പാണെങ്കിൽ 2 കിലോ 40 ഗ്രാം, അതിൽ കുറയരുത്. കൂടിയ കുഴപ്പമില്ല, സൂക്ഷ്മതക്ക് കുറച്ച് കൂട്ടുന്നാല്. ഏതായാലും ഈ അളവിൽ ഒട്ടും കുറയാതെ കൊടുക്കണം എന്നുള്ളതാണ്. ഇനി ആർക്ക് കൊടുക്കണം? നമ്മുടെ നാട്ടിലൊക്കെ അരി വാങ്ങിച്ചിട്ട് കണ്ട ആളുകൾക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കും. ഹിന്ദുക്കളായ ആളുകൾക്ക് കൊടുക്കുന്ന മഹല്ലുകളുണ്ട്, മുജാഹിദ് മഹല്ലുകൾ. വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അതുപോലെ ശിർക്കും വിദേഹത്തും ചെയ്യുന്ന ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നവരുണ്ട്. ഇത് തീർക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. നിങ്ങൾ കൊണ്ടുപോയിട്ട് തൗഹീദുള്ളവന് കൊടുത്തോളൂ, സുന്നത്തുള്ളവന് കൊടുത്തോളൂ, അവൻ ഒരു കൊല്ലം മുഴുവൻ തിന്നോട്ടെ. അതല്ലാതെ ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. ഞാൻ ആയത്തും അരീതും ഒന്നും ഓതുന്നില്ല. എല്ലാ മുജാഹിദ് വിഭാഗങ്ങളും അംഗീകരിക്കുന്ന അമാനി മൗലവിയുടെ തഫ്സീർ ഇവിടെ ഉണ്ടാവും പള്ളിയിൽ. ആ തഫ്സീറിൽ സൂറത്തുൽ ബഖറയിലെ 272 ആയത്തിന്റെ വിശദീകരണത്തിൽ അമാനി മൗലവി പറയുന്ന ഒരു കാര്യമുണ്ട്. സക്കാത്ത് പോലുള്ള നിർബന്ധ ധർമ്മങ്ങൾ മുസ്ലിങ്ങൾക്ക് തന്നെ നൽകപ്പെടേണ്ടതുമുണ്ട്. സക്കാത്ത് പോലുള്ള നിർബന്ധ ദാനങ്ങൾ സക്കാത്തിൽ മാത്രം പരിമിതപ്പെടുത്തിയില്ല. സക്കാത്തുൽ ഫിത്ർ, അതിന്റെ പേരെന്നെ സക്കാത്ത് എന്നാണ്, ഫിത്റിന്റെ സക്കാത്ത്. അപ്പൊ അതിൽ പെടും. അതുപോലെ ഇനി വേറെന്തൊക്കെ നിർബന്ധമുണ്ടോ, ഉദ്ഹിയ്യത്ത് പോലെ നിർബന്ധമായ ധർമ്മങ്ങൾ അത് മുസ്ലിങ്ങൾക്ക് തന്നെ നൽകപ്പെടേണ്ടതുമുണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലും ഇന്ന് ഏതൊരു സലഫി പറഞ്ഞതല്ല, അമാനി മൗലവി ഒറ്റയ്ക്ക് എഴുതിയ പരിഭാഷയല്ല. 4 പ്രമുഖ മുജാഹിദ് നേതാക്കന്മാർ കൂടിയിരുന്ന് കിതാബുകൾ പരിശോധിക്കും. ഇബ്നു കസീറിന്റെ തഫ്സീറിനെ മുഖ്യമായി അവലംബിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള തഫ്സീറാണ്. അതിൽ പോരായ്മകൾ ഉണ്ടാകാം, ദഈഫായതൊക്കെ ഉണ്ടാകാം. പക്ഷെ ഈ പറഞ്ഞതൊക്കെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. വലിയൊരു ശ്രമമാണ് അവർ നടത്തിയത്, ആ എഴുതിയ പണ്ഡിതന്മാർ. അപ്പൊ ഇതിൽ പറയണ എന്താ? സക്കാത്ത് പോലുള്ള നിർബന്ധമാനങ്ങൾ മുസ്ലിങ്ങൾക്കേ കൊടുക്കാവൂ. ഇനി നൽകപ്പെട്ട ധനം ഇസ്ലാമിനെതിരെയോ ദുർമാർഗങ്ങളിലോ വിനിയോഗിക്കപ്പെടുമെന്ന് കണ്ടാൽ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ദാനധർമ്മങ്ങളോ സംഭാവനകളോ നൽകിക്കൂടാത്തതാകുന്നു. ഇത് സക്കാത്തിനെ കുറിച്ചല്ല പറയുന്നത്. ധർമ്മം കൊടുക്കുകയാണ്, സംഭാവന കൊടുക്കുകയാണ്. വീട്ടിലിപ്പോ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാനുള്ള പൂജക്കോ മറ്റെന്തെങ്കിലും കർമ്മത്തിനോ നേർച്ചക്കോ വന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കാം. പണക്കണ്ണ അയച്ചിട്ട് പീടിയൊക്കെ വന്ന എല്ലാ പിരിവാരനും പൈസ കൊടുക്കും. ആർക്ക് എന്ത് ചോദ്യമല്ല, പോട്ടെ, ശല്യം പോട്ടെ, ഒരു പൈസ എടുത്ത് കൊടുക്കും, ചോദ്യമല്ല. അറിഞ്ഞാലും കൊടുക്കും, തെറ്റാണെന്ന് അറിഞ്ഞാലും. ഇവിടെ എന്താ അമാനി മൗലവി പറയണത്? സക്കാത്തിനെ കുറിച്ചല്ല. ദാനധർമ്മങ്ങളാണെങ്കിൽ പോലും ഇസ്ലാമിനെതിരോ ദുർമാർഗങ്ങളിലോ വിനിയോഗിക്കപ്പെടുന്നു കണ്ടാൽ സംഭാവന പോലും കൊടുത്തുകൂടാ. അപ്പൊ പിന്നെ ശിർക്ക് ചെയ്യുന്നവനും വിദേഹത്ത് ചെയ്യുന്നവനും സക്കാത്ത് കൊടുക്കാൻ പറ്റും. അപ്പോ 1 ചാക്കോ 2 ചാക്കോ തൗഹീദുള്ളവന് കൊടുത്തോളൂ, കൊല്ലം മുഴുവൻ തിന്നോട്ടെ. ഇത് ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കേണ്ട സാധനമല്ല. അതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. പിന്നെ പെരുന്നാൾ ഒറ്റക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ആണെങ്കിൽ ശനിയാഴ്ച മാസം കാണാൻ സൗദി അറേബ്യ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാണുകയാണെങ്കിൽ ശനിയാഴ്ച കണ്ടാൽ ഞായറാഴ്ച പെരുന്നാളാവും, അല്ലെങ്കിൽ തിങ്കളാഴ്ച പെരുന്നാളാവും.
കേരളത്തിലെ ചില കലണ്ടറുകളിൽ ശനിയാഴ്ച 1 മിനിറ്റ് ചന്ദ്രന്റെ സാന്നിധ്യം കാണിക്കുന്നുണ്ട്. അടുത്ത ദിവസം 58, 59, 60 മിനിറ്റ് എന്നാ കൊടുത്തത്. എന്നാൽ 1 മണിക്കൂർ ഞായറാഴ്ച വൈകുന്നേരം ഉണ്ടാവും. അന്നും കണ്ടെങ്കിലേ ആകുള്ളൂ കേരളത്തിലെ ഭൂരിപക്ഷ വിഭാഗത്തിനും അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കും. അല്ലെങ്കിൽ പിന്നെ ചൊവ്വാഴ്ചക്ക് പോകേണ്ടി വരും. കാരണം ഒരു ദിവസം അന്തരം നോമ്പിന്റെ കാര്യത്തിലുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെയും നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അത് നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒറ്റക്കാഴ്ചയുടെയും 2 കാഴ്ചയുടെയും അഭിപ്രായങ്ങൾ അതിലേറ്റവും ശരിയും ഭൂരിപക്ഷ പണ്ഡിതന്മാരും 3 മദ്ഹബിന്റെ ഇമാമിങ്ങളും ഷാഫി മദ്ഹബിലെ ഒരു പറ്റം ആളുകളും തെരഞ്ഞെടുത്തിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ലോകത്തെവിടെ കണ്ടാലും നോമ്പും പെരുന്നാളും ആഘോഷിക്കണം. ഇത് പുതിയ വാദമല്ല, പണ്ടേ ഉള്ള ഇമാം ഷാഫിയൊക്കെ അന്നേ ഉണ്ടല്ലോ. 4 മദ്ഹബിന്റെ ഇമാമുകളും ആദ്യ നൂറ്റാണ്ടുകൾ ജീവിച്ച ആൾക്കാരാണ്, ആദ്യത്തെ തലമുറ കാലഘട്ടങ്ങളിൽ. അപ്പൊ അന്ന് മുതലേ അഭിപ്രായമുള്ള ഭൂരിപക്ഷത്തിന്റെ നിലപാടാണിത്. ഇനി 2 ആയാൽ എന്തു ചെയ്യണം? ഷെയ്ഖ് ഉസൈമീൻ എല്ലാ നാട്ടിലും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും കാണണം എന്ന് അഭിപ്രായമുള്ളതാണ് ഷെയ്ഖ് ഉസൈമീൻ. ഷെയ്ഖ് ഇബ്നു ബാസ് അങ്ങനെയല്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി എവിടെ കണ്ടാലും എല്ലാവർക്കും ബാധകമാണ് നോമ്പും പെരുന്നാളും. എതിരഭിപ്രായമുള്ള ആളാണ് ഷെയ്ഖ് ഉസൈമീൻ. എന്നാൽ പോലും അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യവും മജ്മൂ ഫത്താവ വറസായിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ 19-ാം വാള്യം 51-ാമത്തെ പേജിൽ 3 ഓപ്ഷൻ അദ്ദേഹം പറയുന്നു. അതായത് ഇസ്ലാമിക ഭരണമില്ലാത്ത ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്? ഇവിടെ മതപരമായ നിലക്ക് ഒരു മാസപ്പിറവി കണ്ട് തീരുമാനിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും മാസം നോക്കുകയും അതിനടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയും ചെയ്യുക. ഖിയാമത്ത് നാൾ വരെ ഇന്ത്യയിൽ അത് ഉണ്ടാവുകയില്ല. കാരണം എല്ലാവരും ഒക്കൂല. മുജാഹിദ് തന്നെ 3 ഗ്രൂപ്പ് ഒക്കൂല, അല്ലാത്തവരൊക്കൂല, സമസ്തപ്പെട്ട 2 ഗ്രൂപ്പ് തമ്മിലൊക്കൂല. അപ്പോ ഏകീകരിച്ചൊരു മാസപ്പിറവി നോക്കുക, കാണുക, ഉറപ്പിക്കുക എന്നത് ഖിയാമത്ത് നാൾ വരെ ഇക്കോലത്ത് പോയാൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമേ ഇല്ല. അപ്പൊ അത് നമുക്ക് വിടാം. രണ്ടാമത്തേത്, അങ്ങനെ ഒരുമിച്ചൊരു മാസം കണ്ട് തീരുമാനിച്ച ഒരു ഏകീകരണം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ വീക്ഷണങ്ങളിൽ 2 വീക്ഷണങ്ങളിൽ ഒരു വീക്ഷണം അനുസരിച്ച് ഒരു ഇസ്ലാമിക രാജ്യത്തെ മാസപ്പിറവി നിങ്ങൾക്ക് പിൻപറ്റാവുന്നതാണ്. ഇവിടെ അങ്ങനെ സംവിധാനമില്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യത്തെ പിൻപറ്റാം. 3-ാമത്തെ ഓപ്ഷൻ അദ്ദേഹം പറയുന്നത് 2-ാമത്തെ വീക്ഷണം അനുസരിച്ച്. 2-ാമത്തെ വീക്ഷണത ഇത് ഷെയ്ഖ് ഉസൈമീന്റെ അദ്ദേഹത്തിന്റേതല്ലാത്ത നിലപാടാണ്. എവിടെ കണ്ടാലും അനുഷ്ഠിക്കാം. അതാണ് ഇവിടെ 3-ാമത് അദ്ദേഹം കൊടുക്കുന്നത്. നിങ്ങൾ അവിടെ നിന്നോളിന്നല്ല, അദ്ദേഹം പിന്തുണച്ചിട്ടില്ലാത്ത ഏത് രാജ്യത്ത് കണ്ടാലും നോൽക്കാം എന്ന് പറയുന്ന വീക്ഷണപ്രകാരം. കാരണം അങ്ങനെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾക്ക് അഖ്റബിൽ ബിലാദിൽ ഇസ്ലാമിയത്തിലേയും ഇസ്ലാമിക രാജ്യമല്ലാത്ത പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ഏറ്റവും അടുത്ത ഇസ്ലാമിക രാജ്യമേതോ അതിനെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. അതാണ് 3-ാമത്തെ ഓപ്ഷൻ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതാണ്. ഏറ്റവും അടുത്ത ഇസ്ലാമിക രാജ്യം വിശ്വാസയോഗ്യമായി കണ്ടു എന്ന് പറഞ്ഞാൽ അത് ശരിയായി കണ്ടതാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ ആ നിലക്ക് അടുത്ത് നിൽക്കുന്ന ഏകദേശം ഒരേ രേഖയിൽ വരുന്നതുമായ രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യ. അതുകൊണ്ട് സൗദി അറേബ്യ പിൻപറ്റുക. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, 2 ദിവസമായാലോ ഒരു കൂട്ടർ അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അതും സ്വീകരിക്കാത്ത വേറെ കുറെ ആൾക്കാരുടെ ഇവിടെ നാട്ടുകാർക്ക് തന്നെ എന്ന് പറയുന്ന, അങ്ങനെയാണെങ്കിൽ ഇതൊരു ഭിന്നിപ്പാകുമോ? അപ്പൊ എന്ത് ചെയ്യണം? അതും ഷെയ്ഖ് ഉസൈമീൻ തന്നെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ 3 ഓപ്ഷൻ വേറെ ഒരു ഫത്വയിൽ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാൻ ഇത് 2ഉം സ്വീകരിക്കാം. ഒരു സ്ഥലത്ത് തന്നെ സ്വീകരിക്കാം. അപ്പൊ 2 പെരുന്നാളുണ്ടാവും, ചിലപ്പോൾ 2 ഈദ്ഗാഹ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ പോലും അദ്ദേഹം പറയാൻ ഒരു സുപ്രധാനമായ കാര്യം സൂചിപ്പിക്കാനുണ്ട്. ഈ വിഷയത്തിൽ ജനങ്ങൾ ഭിന്നിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒറ്റക്കാഴ്ച അല്ലെങ്കിൽ പ്രാദേശിക കാഴ്ച ഭിന്നിച്ചാൽ പോലും ഫൽയകുൻ ഇഖ്തിലാഫുഹും ഇഖ്തിലാഫൻ വാസിഅ, അവരുടെ ഭിന്നിപ്പ് എന്ന് പറയുന്നത് ഈ എതിരാകൽ വിശാല കാഴ്ചപ്പാടുള്ള ഒരു ഭിന്നിപ്പാകട്ടെ. ഒറ്റക്കാഴ്ച മതി എന്ന് പറഞ്ഞാൽ നടത്തിക്കോട്ടെ, പ്രാദേശികമായ കാഴ്ചയാണ് ശരിയെന്നുണ്ടെങ്കിൽ അങ്ങനെ നടത്തിക്കോട്ടെ. ഇതിൽ നിങ്ങൾ തർക്കിക്കേണ്ടതില്ല. അല്ലാ യകൂന സബബൻ ലിൽ അദാവതി വൽ ബഗ്ളാഇ വത്തഫറുഖ്, ഈ മാസപ്പിറവിയുടെ കാര്യത്തിലുള്ള ഭിന്നിപ്പ് വിശാലത കാണിക്കണം. ആരെയും അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തലല്ല. ശത്രുതക്കോ പരസ്പരം വിദ്വേഷത്തിനോ ഭിന്നിപ്പിനോ അത് കാരണമാകരുത്. ലിഅന്ന ഹാദാ ളററുൻ അളീമുൻ അലൽ മുസ്ലിമീൻ, അത് മുസ്ലിംകളുടെ മേൽ വലിയൊരു ഉപദ്രവം വരുത്തുന്ന കാര്യമാകുന്നു. ഈ ഉപദേശം പോലും 2 കാഴ്ചപ്പാട് അംഗീകരിക്കുന്ന ഈ നാട്ടിൽ ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അത് ഒറ്റക്കാഴ്ച മതി എന്ന് പറയുന്നവനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു, അതിനുവേണ്ടി നടക്കുന്നു. ഇവിടെ ഇപ്പൊ 2 കൊല്ലം ഈദ്ഗാഹ് നടത്തി. ഒന്നാം സ്കൂൾ ഗ്രൗണ്ടിലും കഴിഞ്ഞ വർഷം മറ്റോ ഇവിടെ ഈ പള്ളിയിലും നടത്തി ഒറ്റക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ. അവിടെ വന്ന് ഫോട്ടോ എടുത്തു പോയി ചില ആൾക്കാർ. ഇവിടെ അടച്ചിട്ട വാതിൽ എങ്ങനെ AC-ലുണ്ട് അടഞ്ഞു കിടക്കുന്ന വാതിൽ തള്ളി തുറന്ന് ഇവിടെ നമസ്കാരം നടക്കുമ്പോ ഫോട്ടോ എടുത്തു പോയിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ട് അതിന്റെ കുറഞ്ഞ ആളുകളെ മാത്രം കാണിച്ചിട്ട് കണ്ടോ ഇവിടെ നടന്ന മയിലുള്ളിമൊട്ടയിൽ നടന്ന സലഫികളുടെ ഈദ്ഗാഹിന്റെ വലുപ്പമാണിത്. എന്നിട്ട് പരിഹസിക്കാൻ ഈ ആളുകൾ ഈ പറഞ്ഞ അദാവത്ത്, ബഗ്ളാഹ്, തഫറുഖ്, ശത്രുത, പക, ഭിന്നിപ്പ് ഇതിന് കാരണമാക്കുന്ന ആളുകളാണ് എന്ന് മാത്രം ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്.
ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ രണ്ട് അപ്പുറത്ത് അങ്ങാടിയിൽ ഒരു ഈദ്ഗാഹ് ഉണ്ടാറുണ്ട്, ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇങ്ങനെ വരുമ്പോ അവിടെ ഈദ്ഗാഹ് ഉണ്ട് എന്നതിന്റെ പേരിൽ ഇവിടെ നടത്തേണ്ടുന്ന പെരുന്നാളോ ഈദ്ഗാഹോ ഒഴിവാക്കേണ്ടതുണ്ടോ? ആരാണ് ഭിന്നിപ്പിന്റെ ആളുകൾ എന്ന് പരിശോധിക്കണം. ആദ്യം തുടങ്ങിയതാരാ? ഈ പ്രദേശത്ത് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഒരു 25 കൊല്ലമായി പരിസര പ്രദേശത്ത് ഒരു പള്ളി ഉണ്ടാക്കാൻ സ്ഥലം തേടി നടക്കുകയാണ്. എന്നിട്ട് കിട്ടിയിട്ടില്ല. വലിയൊരു ചുറ്റുവട്ടത്ത് ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ്. ഇവിടെ സ്ഥലം കിട്ടി, ഇവിടെ പള്ളി ഉണ്ടാക്കി. ആ ആദ്യം പള്ളി ഉണ്ടാക്കിയ ഇവിടെ ജുമാ തുടങ്ങി. ഇത് വന്നതിന് ശേഷം അന്ന് വരെ ഒരു ഈദ്ഗാഹ് നടത്താത്ത ആളുകൾ അപ്പുറത്തുനിന്ന് തുടങ്ങിയാൽ ഇവിടെ ആരാണ് ഭിന്നിപ്പുണ്ടാക്കിയത്? പള്ളിയിൽ ഈദ്ഗാഹ് നടത്തുന്നവരാണോ? തൊട്ടപ്പുറത്ത് ഈ വരുന്ന വഴിക്ക് തന്നെ 50 മീറ്റർ അപ്പുറത്ത് വേറെ ഈദ്ഗാഹ് സംഘടിപ്പിക്കുന്ന ആരാണ് ഭിന്നിപ്പിന്റെ ആളുകൾ? പരിശോധിക്കണം, തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ആര് നിർത്തണം? പള്ളി ഉണ്ടാക്കിയ ആളുകൾ ഈദ്ഗാഹ് നടത്തുന്നത് നിർത്തണോ? അല്ല, അപ്പുറത്ത് പിന്നെ തുടങ്ങിയ ആളുകൾ ആരാ നിർത്തേണ്ടത്? അത് ജനങ്ങളാ തീരുമാനിക്കേണ്ടത്. ദേശം വിവരമുള്ള നേരത്തെ പറഞ്ഞ തലന്റെ ഉള്ളിൽ കാമ്പുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. ഇനി പള്ളി അള്ളാഹ്ക്കുള്ളതാണ്. പള്ളിയിൽ മയ്യത്ത് മറയാൻ പാടില്ല. ഇനി ആരോ മറയിതാലോ അടന്താ വിഷയം? മസലെന്താ? അപ്പൊ ഈ പള്ളിയിൽ ആരെങ്കിലും മയ്യത്തുണ്ടോന്ന് മറയിതു വിചാരിക്കുക. ആദ്യം ഉള്ളത് പള്ളിയാണ്, ഖബർ പിന്നെ ഉണ്ടാക്കിയതാണ്. അവിടെ പണ്ഡിതന്മാർ ഏകകണ്ഠമായി പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ കൊണ്ടുവന്ന ഖബർ മാന്തി എറിയണം, പള്ളിയുടെ നിലനിർത്തണം. അപ്പൊ ഇവിടെ ആദ്യം പള്ളി ഉണ്ടാക്കിയതും ഈദ്ഗാഹ് തുടങ്ങിയതാരാ? ഈ പള്ളിന്റെ ആളുകളാണ്. അപ്പൊ രണ്ടാമത് കൊണ്ടുവന്നവൻ പള്ളിയിൽ ഖബർ വെച്ചിട്ടതുപോലെ അതാണ് ഒഴിവാക്കേണ്ടത്. ഇനി ഒരു ഖബർസ്ഥാനിൽ ഒരാൾ പള്ളി ഉണ്ടാക്കി, അവിടെ എന്ത് ചെയ്യണം? അസ്ല് നിലനിർത്തണം. എന്താ അസ്ല്? ഖബർസ്ഥാൻ. അല്ലെ ഖബറിന്റെ മുകളിൽ കൊണ്ടുപോയി പള്ളി ഉണ്ടാക്കി വിചാരിക്കുക. എങ്കിൽ അസ്ല് എന്താ? അസ്ല് ഖബറാണ്. പള്ളി അള്ളാഹ്ക്ക് വേണ്ടിയാണ്, പക്ഷെ പൊളിച്ചെറിയണമെന്നാ. ആ പള്ളിയെ നിർത്താൻ പാടില്ല. അസ്ല് ഖബറാണ്. ഖബറാണ് നിർത്തണം. പിന്നുണ്ടാക്കിയ പള്ളി പൊളിച്ചെറിയണം. ഇതേ ഹുക്കുമ് ഇവിടെ നടപ്പായിക്കൂടെ? ഇതനുസരിച്ച് നമുക്ക് പരിശോധിക്കുക ആരാണ് ഭിന്നിപ്പിന്റെ ആളുകൾ, ഭിന്നിപ്പിന് വേണ്ടി ശ്രമിക്കുന്നവരാണ്. അപ്പോ ഖുർആനും സുന്നത്തും നമ്മൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിൽ ആരും ഒരു അമാന്തവും കാണിക്കേണ്ടതില്ല. വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്തവരാണ് എന്ന് നേരത്തെ സൂറത്ത് തൗബയിലെ ആയത്ത് ഞാൻ ഓതിക്കൊൾപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളായി തഖ്വയോടും ഭക്തിയോടും സ്നേഹത്തോടും നിലനിൽക്കുവാനും നിലനിർത്തുവാനും മനസ്സുള്ള ആളുകളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവെ, ശേഷിക്കുന്ന സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും നിന്റെ മാർഗത്തിൽ ശരിയായി ഉപയോഗപ്പെടുത്തി വല്ല പോരായ്മയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആ സമയം ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ നോമ്പുകാരിൽ ഉൾപ്പെടാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. ഞങ്ങളെല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹുവെ ഞങ്ങളുടെയും ഞങ്ങളുടെ തൗഹീദ് ഉൾക്കൊള്ളുന്ന മാതാപിതാക്കളുടെയും കുടുംബങ്ങളുടെയും ബന്ധുക്കളുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ഒക്കെ പാപങ്ങൾ പുറത്ത് അവരെയും ഞങ്ങളെയും നാളെ ഖിയാമത്ത് നാളിൽ പരലോകത്ത് അള്ളാഹുവിനെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാൻ. ആരോഗ്യവും ആയുസ്സും പ്രദാനം ചെയ്യണം റഹ്മാൻ. ഇനിയും വരുന്ന റമദാനിൽ വരെ ശരിയായി